ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ പ്രിവ്യൂവിൽ കാണുന്ന പോലെ തന്നെ ഒരു HDR ബ്രൗൺ CC ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ട്യൂട്ടോറിയലാണ് നമ്മൾ ചെയ്യുന്നത്. പ്രീസെറ്റ് ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രീസെറ്റ് നിങ്ങളുടെ വീഡിയോയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു വാല്യൂ കാര്യങ്ങളൊന്നും ലഭിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു CC ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു വീഡിയോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുള്ളത് 4.3 എന്ന റേഷ്യോയിലാണ്. ഓക്കെ, ഞാനൊരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യമായിട്ട് നമ്മൾ താഴെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സ്ക്രീനിൽ കറക്റ്റായിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് എഫക്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ താഴെ എഫക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആഡ് എഫക്റ്റ് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് വരുമ്പോൾ അതർ എന്ന ഓപ്ഷൻ കാണും. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി ഓഫ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു എഫക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ഓക്കെ, നമുക്ക് ക്ലോസ് ചെയ്യാം. ശേഷം വീണ്ടും നമ്മൾ താഴെ ആഡ് എഫക്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു ബ്ലർ എഫക്റ്റ് ആഡ് ചെയ്യണം. ഗോസിയൻ ബ്ലർ എന്ന എഫക്റ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ മുകളിലായിട്ട് ഇതിൽ കൂടെ സ്വൈപ്പ് ചെയ്ത് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ താഴെ നമുക്കിവിടെ ഒരു ബ്ലറിൻ്റെ ഓപ്ഷനിൽ ആ ഒരു ഗോസിയൻ ബ്ലർ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ലെഫ്റ്റിലേക്കൊന്ന് സ്വൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ വാല്യൂ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 500 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. ശേഷം നമ്മൾ താഴെ ആഡ് എഫക്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം കളർ ആൻഡ് ലൈറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സ്പോസർ ഗാമ എന്ന് കാണാൻ പറ്റും. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്കത് മൈനസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, -0. ഞാനിവിടെ ഒരു 40 കൊടുക്കുന്നുണ്ട്. ഓക്കെ, 0.40 കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന വീഡിയോയിൽ എത്രത്തോളം ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ ബാക്കിലോട്ട് വരിക. എന്നിട്ട് ആ ഒരു ലെയറിൻ്റെ ഇവിടെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് താഴേക്ക് വരുമ്പോൾ ഡിഫറൻറ്റ് എന്ന് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഈ സബ്ട്രാക്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു റെക്റ്റാങ്കിളിലേക്ക് ആവശ്യമായിട്ടുള്ള എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിലോട്ട് വരാം. ഇവിടെ നമുക്ക് പുതിയൊരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യാം. താഴെ നമ്മൾ പ്ലസ് ഐക്കൺ കൊടുക്കുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. എന്നിട്ട് അത് സ്ക്രീനിൽ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ കളർ ആൻഡ് ഫിൽ എന്ന ഓപ്ഷൻ എടുക്കുക. ഓക്കെ, കളർ ആൻഡ് ഫിൽ എന്ന ഓപ്ഷൻ എടുത്തിട്ട് അതിന് കളർ നമ്മൾ ബ്ലാക്ക് കൊടുക്കുക. ശേഷം നമുക്ക് ജസ്റ്റ് ബാക്കിലോട്ട് വരാം. അതിനുശേഷം നമുക്ക് ആ ഒരു ലെയറിൻ്റെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എടുക്കാം. ഓക്കെ, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എടുത്തതിന് ശേഷം നമുക്ക് താഴേക്ക് വരുമ്പോൾ ഇവിടെ കോൺട്രാസ്റ്റ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, കോൺട്രാസ്റ്റ് എന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു 1 2 3 4 5 ഈ 5ാമത്തെ ഓപ്ഷൻ ഉണ്ട്. അവിടെ വിവിഡ് ലൈറ്റ് എന്നുള്ള ഓപ്ഷന് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ബാക്കിലോട്ട് വരാം. അതിനുശേഷം വീണ്ടും നമുക്ക് അടുത്തൊരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യാം. താഴെ പ്ലസ് ഐക്കൺ കൊടുക്കുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ആ ഒരു റെക്റ്റാങ്കിൾ ഇതുപോലെ സ്ക്രീനിൽ കറക്റ്റായിട്ട് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നമുക്ക് അതിലേക്ക് എഫക്റ്റുകൾ ആഡ് ചെയ്യാം. താഴെ നമ്മൾ എഫക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആഡ് എഫക്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് കോപ്പി ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ജസ്റ്റ് നമ്മളൊന്ന് ക്ലോസ് ചെയ്യുക. ശേഷം നമുക്ക് താഴെ ആഡ് എഫക്റ്റ് എന്ന് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു കളർ ആൻഡ് ലൈറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് ഗ്രേഡിയൻറ്റ് ഓവർലേ എന്നൊരു ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഗ്രേഡിയൻറ്റ് ഓവർലേ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമുക്ക് മുകളിലായിട്ട് ഒരു ഓറഞ്ചും താഴെ ഒരു യെല്ലോ കളറും കാണാൻ പറ്റും. മുകളിൽ ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ ഒരു വൈറ്റ് കളർ കൊടുക്കുക. അതിനുശേഷം താഴത്തെ ബോക്സിൽ സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മളൊരു ബ്ലാക്ക് കളറും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഏറ്റവും താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ നോർമൽ എന്ന് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ മൾട്ടിപ്ലൈ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ വീണ്ടും ഒരു എഫക്റ്റ് ആഡ് ചെയ്യുക. ആഡ് എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു എക്സ്പോസർ ഗാമ അവിടെ കാണാൻ പറ്റും. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ എക്സ്പോസർ ഞാൻ ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് 2ൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 2ലാണ് സെറ്റ് ചെയ്യുന്നത്. ശേഷം നമുക്കത് ക്ലോസ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് വീണ്ടും താഴെ ആഡ് എഫക്റ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഷാർപ്പൻ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഉണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് മുകളിൽ സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷാർപ്പൻ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന
ഈ ഒരു എഫക്റ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നമ്മളിതുപോലെ സൈഡിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഒരു 1.50 അല്ലെങ്കിൽ 20 സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം അത് നമ്മൾ ക്ലോസ് ചെയ്യുക. ഇനി വീണ്ടും നമ്മൾ താഴെ ആഡ് എഫക്റ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴേക്ക് വരുമ്പോൾ അതർ എന്ന ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ചാനൽ റീമാപ്പ് RGB എന്നുള്ള ആ ഒരു രണ്ടാമത് കാണുന്ന എഫക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ RGBA എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു മൂന്നാമത്തെ ലൈനിൽ നമ്മൾ G എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മൾ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കൂടെ നമുക്കിവിടെ താഴെ വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു എഫക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു രണ്ടാമത് കാണുന്ന ഭാഗത്ത് നിങ്ങൾ Bയും അതുപോലെ ഈ ഒരു രണ്ടാമത്തെ ലൈനിൽ നമ്മൾ Yയും സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കളർ ചേഞ്ചിങ് ആ ഒരു ബ്രൗൺ കളറോടെ കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് ബാക്കിലോട്ട് വരാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് താഴേക്ക് വരുമ്പോൾ ആഡ് എഫക്റ്റ് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കളർ ആൻഡ് ലൈറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, കുറച്ച് താഴേക്ക് വന്നാൽ ഇവിടെ കാണാൻ പറ്റും. സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നമ്മളിതുപോലെ സൈഡിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഒരു +40 സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, +40 സെറ്റ് ചെയ്ത് കൊടുക്കുക. വൈബ്രൻസ് നമ്മളൊരു 1.30 ലെവലിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 1.30. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ ലെയറിൻ്റെ എൻഡ് വരെ നമുക്ക് ഈ ഒരു എഫക്റ്റ് കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ എൻഡിലേക്ക് വരിക. വന്നതിന് ശേഷം നമ്മൾ ആ ഒരു 3 റെക്റ്റാങ്കിൾ ലെയറും ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കൊണ്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു താഴെ കാണുന്ന ഐക്കൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു HDR എഫക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടാകും. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, ഇതിൽ നല്ല കിടിലൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.